ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. എപ്പോഴാണ് ഒരു ആലയത്തിൽ നിന്ന്, ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ദേശത്ത് നിന്ന്, ഇടവകയിൽ നിന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, 2 ദിനവൃത്താന്തം അധ്യായം 7, 14, 15 തിരുവചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കണം. 2 ദിനവൃത്താന്തം അധ്യായം 7, 14, 15 തിരുവചനങ്ങൾ. എന്താണ് അവിടെ പറയുന്നത്? പല കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ആ ഒരു വചനത്തിൽ, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ. അപ്പൊ ദൈവത്തിൻ്റെ നാമം പേർന്ന ജനമാകണം, ദൈവത്തെ അന്വേഷിക്കുന്നവരാകണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നവരാകണം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അവിടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, ദേശം സമ്പുഷ്ടമാക്കുന്നു, അവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. അടുത്ത വചനം, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. അപ്പൊ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിൻ്റെ നാമം പേറുന്ന ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥന കേൾക്കുകയും ആ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്നു, ആ ദേശം മുഴുവനും, ആ കുടുംബം മുഴുവനും, ആശ്രമം മുഴുവനും അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ദേശത്ത് നിന്ന്, ഒരു ഇടവകയിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും എപ്പോഴും ജാഗരൂകമായിരിക്കും. 2 ദിനവൃത്താന്തം 7, 14, 15 തിരുവചനങ്ങൾ. ഇത് നമുക്ക് മനഃപ്പാഠമാക്കാൻ പ്രിയപ്പെട്ടവരെ. ഇതിലെ എല്ലാ കാര്യങ്ങളും ദൈവം പറയുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ശക്തി പകരട്ടെ, രക്ഷയായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനം ഭക്ഷണമായി തീരട്ടെ, കോട്ടയായി തീരട്ടെ. ആമേൻ.